ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഏകദേശം ഒരു 3 കിലോയോളം ചിക്കൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു ഉരുളി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പം 2 വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 20 അല്ലിയോളം വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചതച്ചിട്ട് ഇതേപോലെ ചേർത്ത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മൂത്ത് നിറം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് സവോള ചേർക്കാം. ഏകദേശം 1/2 കിലോ സവോള കനം കുറച്ച് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവോള എളുപ്പത്തിൽ വഴന്നു വരാനായിട്ട് നമുക്ക് ഇപ്പോഴേ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കീറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടിയ മുളകായതുകൊണ്ട് 3 എണ്ണമേ ചേർക്കുന്നുള്ളൂ. എരിവ് കുറവാണെങ്കിൽ നമുക്കൊരു 5 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മല്ലിയില ഇതേപോലെ വഴറ്റി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. മല്ലിയില വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞ തീയിലിട്ട് പൊടിയുടെ പച്ചച്ചുവയെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടിയെല്ലാം നന്നായിട്ട് വഴന്ന് പച്ചച്ചുവ മാറുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. 30 ഗ്രാമോളം കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മുളക് പൊടിയും വഴറ്റിയെടുക്കണം. മസാലയായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും പൊടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ല മിക്സാക്കി എടുക്കാൻ പറ്റും. നന്നായിട്ട് വഴന്നു വന്ന് മസാലയ്ക്ക് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മസാല മിക്സാക്കി എടുക്കണം. ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. ചിക്കനും മസാലയും നന്നായിട്ട് മിക്സാകത്തക്ക രീതിയിൽ കുറച്ച് സമയം വഴറ്റിയെടുക്കാം. ഇനി ചിക്കനിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 6 ഗ്ലാസോളം വെള്ളം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം മതി. തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല എങ്കിൽ നമുക്കൊരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പ് പോരാത്തത് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കൂട്ടി കറി നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും കറിയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 2 കാര്യങ്ങൾ വീഡിയോയിൽ വിട്ടുപോയി. നന്നായിട്ട് 20 മിനിറ്റോളം തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റെഡിമെയ്ഡ് ചിക്കൻ മസാല ചേർത്ത് തിളപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി. തേങ്ങാപ്പാൽ ചേർത്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ വറുക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.